ദുനിയാവിൽ ഏറ്റവും കൂടുതലാക്കുന്ന വലിയ മോലാണ് ടീച്ചറിന് ആർക്കും കഴിഞ്ഞിട്ടുണ്ട്. ദുനിയാവിൽ ശരിയാണ്. ദുനിയാവിൽ വേറെ ഒരാൾക്കും തെളിഞ്ഞു. ആഹ്റം അങ്ങനെയല്ല. ആഹ്റം ഏറ്റവും അങ്ങേയറ്റം കിടക്കുന്ന ആൾക്കും ശരീരം പറയാം. ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തിൽ കിടക്കുന്ന ഒരാളുണ്ട്. അയാൾക്ക് നന്നാകും. അത് 7000 കൊല്ലം നരകത്തെ ശിക്ഷ കഴിഞ്ഞിട്ടാണ് നരകം പിടിച്ചേക്കുന്നത്. പിന്നെ അള്ളാഹുത്താലയുടെ എത്താവിന് ശിക്ഷക്ക് വിജയമായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിജയമായിരിക്കുന്ന ആളുകൾ മാത്രം പിന്നെ ഉണ്ട്. അള്ളാഹിനെ കൊണ്ട് ഒരു റഹ്മത്തുണ്ടാക്കുന്ന അതായത് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തില്ലാത്ത അയക്കുന്ന ആളുകൾ പിന്നെ അതിലുണ്ട്. അങ്ങനത്തെ 7 അതിൽ നരകത്തിലുണ്ട്. എന്നാൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതായിരിക്കും വൈദ്യനാണ് 7000 കൊല്ലം നരകത്തിട്ട് കഴിഞ്ഞിട്ടായിരുന്നു. വിഷമത്തിട്ടാണെന്ന് തോന്നുന്നു. ഇത് ചരിത്രം പറയുന്നത് പട്ടരായി ഞാനായി വന്നായിരുന്നു. ആ ആൾ ഞാൻ കാരണം എനിക്കൊരു കാലം നരകത്തിൽ രക്ഷപ്പെടുമല്ലോ. ഇത്രയും കാലം കഴിഞ്ഞാലും നരകത്തിന് രക്ഷപ്പെടുമല്ലോ. ഞാൻ കൊണ്ടം കഴിഞ്ഞിട്ട് രക്ഷപ്പെടുമല്ലോ. അപ്പോൾ അള്ളാഹു രക്ഷപ്പെട്ട് സംഗതികളാക്കി തരട്ടെ. അങ്ങനത്തെ അയക്കുന്ന ഒന്നാണ് ഏറ്റവും സ്വർഗത്തിനാണ് കടന്നു കഴിഞ്ഞാൽ 7000 കഴിഞ്ഞ് ഏറ്റവും സ്വർഗത്തിൽ കണ്ണയക്കുന്ന ആൾ. ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് നക്ഷത്രം കാണാനയക്കുന്ന പറ്റുക. നക്ഷത്രം കാണാനയക്കുന്ന പരിപാടി. നക്ഷത്രം ഓരോ പുള്ളികളായിട്ട് പറ്റും. അതിനെ മറ്റേ വലിയ ഈ ഭൂമിനേക്കാളും വലിപ്പമുണ്ടാക്കുന്ന സാധനത്തില് ഓരോ ഗ്രഹങ്ങളും അങ്ങനെ തന്നെ. അത്രമാത്രം ഗ്രഹങ്ങൾ എന്ത് ചെയ്യുക, ബില്യൺ കണക്കിൽ മറ്റേകളും ഗ്രഹങ്ങളും ഉണ്ട്. ഇന്നത്തെ അന്തരീകാലം കൊടുത്ത് 3 ശാസ്ത്രജ്ഞന്മാർക്ക് എന്ത് ചെയ്യുന്നത് നോബൽ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. $1.5 മില്യൺ അയാൾക്ക് കൊടുത്തത്. $1.5 മില്യൺ. ഡോളറിന് പൈസ എത്തുണ്ടാവുന്നില്ല. അങ്ങനെ ഇന്ത്യൻ്റെ പൈസയുടെ കൂട്ടി എത്തുന്നുണ്ടോ ഇതാണ് ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവരിൻ്റെ അപ്പോൾ അയാൾക്ക് കണക്കൂട്ടിക്ക് പറ്റാ പറയുന്നതാണ് ലോകം പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രപഞ്ചം ചെയ്യുന്നത് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ കണ്ടുപിടിക്കുന്നത് കാരണം അതിനോട് കണക്കൂട്ടിൻ്റെ തുടക്കത്തിനൊക്കെ കുറച്ചുകൂടി വെക്കുന്നില്ല. അങ്ങനത്തെ ഈ ദുനിയാവിന് സ്ഥിതിയായി മാറി. ദുനിയാവിലേക്കുന്ന മനുഷ്യന്മാർ ദുനിയാവിൽ അവർക്ക് എത്രമാത്രം കിട്ടിയാലും പിന്നെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അത് തിരയണമെന്നുണ്ട് ചിന്തനം. പിന്നെ നാട്ടിൻ്റെ ആളുകൾ നമ്മൾ കൂട്ടുന്നതാണ്. അതിനും കണ്ട ആളുകൾ ബാക്കിയുള്ളവർക്കൊന്നും തിരഞ്ഞോന്ന് പറയില്ല. പിന്നോട്ട് പോകണം ദാഹം കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കൂട്ടിലോട്ട് പോകണം ചെയ്യുക. ദാഹം കൂടിക്കൊണ്ടു നേരെ മറിച്ച് സാഹചര്യത്തിൽ സ്വർഗത്തിൽ കണ്ടു മനുഷ്യൻ കടന്നാൽ ഏറ്റവും ലാസ്റ്റ് കണ്ണാക്കിയ മനുഷ്യൻ തിരഞ്ഞിട്ടില്ലാതെ മനുഷ്യൻ. അതുകൊണ്ട് അവസ്ഥ ഓരോരുത്തർക്കും ഈ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ആൾക്കുന്ന ആളുകൾ മുന്നാവും അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുക. എത്ര അച്ഛന് മാത്രം സൗകര്യങ്ങൾ ഭാഗത്തിൽ അവിടെ കൊടുക്കണം. ആദ്യം പോലെ നോക്കുമ്പോൾ നക്ഷത്രം കാണുന്നതായി ഓരോരുത്തരായിരിക്കും. അങ്ങനത്തെ വീഴാൻ സ്വർഗം എല്ലാവരും നിയമത്തിൽ കിടക്കുന്നു നഷ്ടപ്പെട്ടേക്കുന്ന ഒന്നാണ് സ്വർഗം പറയുന്നത്. അള്ളാഹു അതിലാക്കി തരും. അതുകൊണ്ട് ഞാൻ അതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുത്തെ എന്താണ് ഹയാത്തില്ല എല്ലാം അതുകൊണ്ട് ചിലക്കായി പുറമെ കാണുമാതിരിയുള്ളൂ. ഉള്ളിൽ ചെന്നൊക്കെ കാണുന്നുണ്ടാവില്ല. ദുനിയാവിൻ്റെ പരിപാടി ഒന്നും തീരെ ഉള്ളിൽ കാണാറുണ്ടാവും. വിഷമപ്പെട്ടുണ്ട് ഇയാൾക്ക് ദുനിയാവിൽ കിട്ടാനായിക്കപ്പെടും. ആഗ്രഹം അങ്ങനെയല്ല. ആഗ്രഹം എല്ലാവരും നിയമത്തിലൂടെ നടക്കപ്പെടും. ഏതെല്ലാം നിയമത്തിലുണ്ടാകും നിയമത്തിലൊക്കെ നടക്കപ്പെടും. അപ്പം അതുകൊണ്ട് ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് നമുക്ക് ചെയ്യാറുണ്ട്. ആഗ്രഹത്തിന് പ്രവർത്തിക്കാനാക്കുന്ന കാര്യമില്ല. ദുനിയാവിൽ മാത്രം പ്രവർത്തിക്കുക കഴിഞ്ഞാൽ ദുനിയാവ് ഉണ്ടാവില്ല, ആഗ്രഹം ഉണ്ടാവില്ല. ഉണ്ടാക്കിയിട്ടൊക്കെ വിട്ടു. അവസാനം പോകുന്ന അവസരത്തിലും ചെയ്യാം. ഒന്നും കൊണ്ടില്ല. ഒരു സാധനം കൊണ്ടില്ല. ഒന്നും ഒരു സാധനം കൊണ്ടുപോയില്ലല്ലോ. 3 ഉണ്ടല്ലോ. ഞാൻ ആഗ്രഹത്തിന് പണി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഞാൻ സുബൈക്കാരെ കള്ളാക്കി, അസുരക്കാരെ കള്ളാക്കി. കാരണം എവിടെയെങ്കിലും നടന്ന് കിടന്നുറങ്ങി ഒരു 8 മണിക്ക് എണീച്ച് ഒന്ന് കുളിച്ച് നാശാക്കി അവിടെ ഇവിടെ ബാങ്കിൽ പോയി അവിടെ പോയി ഇങ്ങനെ പോയി ലാസ്റ്റ് വരുമ്പോൾ 2, 2, 3 മണിയാകുമ്പോൾ പോയി പറഞ്ഞ് അത് കഴിഞ്ഞുകൊണ്ട് കണക്കൊക്കെ നോക്കി അവൻ ചെയ്യാം. ഒന്ന് വെളുത്തുനിന്ന് ഒറ്റ ഓർക്കാണ്ട് പോകും. അങ്ങനെ അവസാനം മാറി പേശനായിരിക്കും നിൽക്കട്ടെ. വളരെ അടിച്ചിട്ട് ഒരു പിടിച്ചുകൊണ്ട് കണ്ടുപോയി. പിന്നെ രാത്രി 1 മണി 2 മണി കിടന്ന് ഓടി അടിക്കുക. ഈ ഓട്ടം ഓടി നാട്ടിൽ ചെന്നാൽ നമ്മളിപ്പോഴത്തെ ഒഴിവുണ്ടാകും. നാട്ടിൽ ചെന്നാൽ മുകളിൽ വരണ്ടാക്കണം, മതിലുണ്ടാക്കണം, വീടുണ്ടാക്കണം, അതിന് ചെന്നാൽ വേണം നഞ്ചിനെ കാണണം. ഇങ്ങനെ നടന്ന് മുക്കാണ്ട് ഈ ഉണ്ടാക്കിയ ഒന്നും മുപ്പറ്റുണ്ടാവില്ല. യാതൊരു സംശയങ്ങൾ വിചാരിക്കണം. ഒരു സാധനം മുപ്പറ്റില്ല. നേരെ മറിച്ചില്ല. ആഗ്രഹത്തിന് പഠിക്കാൻ കഴിയില്ല. നിക്കാസിൻ്റെ ബാക്കിയുടെ ഹൈറായിരിക്കുന്ന കാര്യം മുമ്പിൽ ചെയ്യാനും കഴിയും. അപ്പം അതുകൊണ്ട് 2 ലോകം നഷ്ടപ്പെട്ട് കൂട്ടി അമ്മ പെട്ടായിരിക്കട്ടെ. 2 ലോകം അതുകൊണ്ട് ദുനിയാവ് ആഗ്രഹത്തിലേക്ക് ഉപകാരപ്പെടണം.
അതിന് മധുരത്തിന് ആഗ്രഹത്തിൻ്റെ ഈശ്വരമില്ല. ഇവൻ എന്തിനും ഉണ്ടാക്കി അൽഹംദുലില്ലാഹ്. അതാണ് വേണ്ടത്. ഇവിടെ നമുക്ക് ആവശ്യമില്ല കാര്യങ്ങൾ ആഗ്രഹത്തിലേക്ക് ഇവിടെ ഉമ്മാടെ വെച്ചിട്ട് നമ്മൾ പോകുന്നു. ഈ ഭൂമി ആകുന്ന ഭയമാകുന്ന കബറിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ ആ കബറിലേക്ക് അള്ളാഹു സലാമുണ്ടാക്കി മൂമിനികളെ ബഹുമാനപ്പെടുന്ന ആവാൻ വരെ അതൊക്കെ വളരെ ഇടിഞ്ഞു നിൽക്കുന്ന സമയമാണ്. വളരെ പ്രയാസപ്പെട്ട അല്പങ്ങളെല്ലാം കഴിഞ്ഞു. അവസാനം നന്നാക്കി ആക്തിപത്ത് നന്നാക്കി ഹാത്തിമത്ത് അന്ന് തരട്ടെ. ഹാത്തിമത്തുകൊണ്ട് അന്ന് നമ്മളെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ വിഷം പെട്ടെന്ന് അള്ള തീർത്തു വെക്കണം. അള്ളാഹുത്തല അവൻ്റെ മഹൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രയാസം തീർച്ച ഒരു സന്തോഷമാക്കുന്ന ഒരു നല്ല ഒരു അവസ്ഥയിൽ അള്ളാഹുത്തല എത്തിക്കുന്നു. കഴിയുന്ന രൂപത്തിൽ എല്ലാം കഴിയുന്ന യാതൊരു ചെയ്യും. എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ഏത് രൂപത്തിലാകുമില്ല. കാശുകൊണ്ട് സഹായിക്കൽ വലിയ പ്രയാസമില്ല. കാശുകൊണ്ടൊക്കെ പ്രയാസമില്ല. ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വിജയപ്പെടുന്നതിനൊക്കെ മാർഗമുണ്ടോ? ഇപ്പം നിയമമുണ്ടാവും. നിയമമില്ലായിരിക്കില്ല. ഒരു ഈ രാഷ്ട്രത്തിൽ നിയമങ്ങളുണ്ടാവും. അതുകൊണ്ട് വലിയ നിരക്ക് ചെയ്യും. അമ്മ പൈറാക്കി മൂമിനികളെ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിൻ്റെ ദിക്റിനെ വർദ്ധിപ്പിക്കണം. ചായക്കുന്നുണ്ടും കിടക്കുന്ന സമയത്ത് ദിക്റോടെ കിടക്കും. ശരി കൊണ്ട് കിടക്കും. അവസാനത്ത് ഉറക്കാൻ നിൽക്കുന്ന പോലെ രായിരായിരം ശരി വേണം. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം എപ്പോഴും അവർ നോക്കണം. നമ്മളെ കുടുംബങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ കുടുംബങ്ങൾ പ്രത്യേകിച്ച് അവരുടെ ഉമ്മ വാപ്പ അതുപോലത്തെ എലാമ മൂത്തമ്മ ഉമ്മയുടെ സ്ഥാനം തന്നെയാണ് എലാമാക്കൾ. അത് ഹാലത്തിൽ മഞ്ചലത്തിൽ ഉമ്മി ഉമ്മയുടെ അതേ സ്ഥാനം തന്നെ എലാമ മൂത്തമ്മ അവർക്കൊക്കെ. അപ്പം അവരും ശ്രദ്ധിക്കണം. അവർക്ക് ചെയ്ത് കഴിഞ്ഞവർ മറക്കും നമുക്കുണ്ടാവും. ഒരാൾ സംശയം വിചാരിക്കണം. ചിലത്തുള്ള ചാർച്ച ചേർക്കുക. ചാർച്ച ചെയ്തതിന് ചേർക്കണം. നമുക്ക് എന്തെങ്കിലും സൗകര്യം അവരുടെ കുടുംബങ്ങളിൽ അയൽവാസികൾ അതുപോലെ തന്നെ കുടുംബങ്ങൾ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവനെ പിടിപെടി ഇങ്ങോട്ട് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നല്ല കാര്യം ഒരുപാട് കാര്യം ഈ നാട്ടിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സൗകര്യമുള്ള നാടാണ്. വളരെ കുറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ മദർസ ഏറ്റവും വിഷമിക്കുന്ന ഒരു കൂട്ടക്കാരാണ് നമ്മുടെ നാട്ടിൽ മദർസ മുതലെങ്കിൽ നമുക്ക് കാര്യം പറ്റില്ല. ഏറ്റവും ചുരുങ്ങിയാക്കുന്ന ശമ്പളക്കാരാണ്. കാര്യം അവർക്ക് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അമ്മാരുടെ പലപ്പോഴും പറയാനാക്കുന്ന കാര്യമാണ് അള്ളാഹുത്തിന് ഈ ഇൽമിനെ പഠിപ്പിക്കുന്നതാക്കുന്ന ആളുകൾ ഒരു കുറച്ച് നമ്മൾ ശമ്പളം ജീവിച്ച പരിപാടി വെച്ചിട്ടുണ്ടാവും. ഒരു ദിവസ വരുമാനം ഒരു മാസത്തിലേക്കുണ്ടാവും. അങ്ങനത്തെ മാലിന്യങ്ങൾ ജീവിത രീതി നോക്കുകയാണെങ്കിൽ ഈ മുതലാളിമാർ ജീവിക്കുന്നതായി സുന്ദരമായിട്ട് ജീവിക്കും. അപ്പോൾ അത് അള്ളാഹുത്തിന് ഖുർആൻ ശരീഫിൻ്റെ ബഹുമാനമാണെന്ന് എപ്പോഴും വിശ്വാസപ്പെടുന്നത്. അപ്പം അങ്ങനെയായിട്ട് ഏതായാലും എൻ്റെ സഹോദരന്മാർ നാട്ടിലേക്ക് ഒരു വഹലത്തിലേക്കുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ട് അവരവൻ്റെ നാട്ടിലേക്കുന്ന മാലിന്യങ്ങളുടെ കാര്യം ഉയർത്താൻ ശ്രമിക്കും. അവർക്ക് എന്തെങ്കിലും കുറച്ച് ഉയർത്തിക്കണം. നാട്ടിൽ ബിരുവൻ ചെയ്യുന്നില്ല. ഞാൻ കുറേ അനുഭവപ്പെട്ടുകൊണ്ട് നാട്ടിൽ ബിരുവൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും മാത്രം എല്ലാവരും കൂടിക്കൊണ്ട് അവരുടെ നാട്ടിലേക്കുന്ന ആൾ കൂടിക്കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലതൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യണം. നല്ലതൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യണം. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം പറയുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനാണ് ഉമ്മ വാപ്പ എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇവിടെ എൻ്റെ കിട്ടാൽപ്പെടുന്ന ഉമ്മ ജന്നത്തുകാനാണ്. ഉമ്മ ജന്നത്തുകാനാണ്. എൻ്റെ ഉമ്മ വാപ്പ അവരാണ് എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മക്കൾ കുറച്ചുകൊണ്ട് ഇതിനോട് ഞാൻ നിർത്തണം. ഒരു സമയം വന്ന് ലേഖനം ചേർന്ന് അദ്വാരക്കാൻ ഉമ്മ ജന്നത്തുക വനാർക്കാണ് സൂഹാശമാണ്. അത് രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അള്ളാഹുവിനെ ബാധിച്ച് ഞാൻ പറഞ്ഞാൽ ഉടനെ തന്നെ മാതാപിതാക്കൾ എക്സാം ചെയ്യാനാണ് പ്രയാസം. നിങ്ങൾക്കൊക്കെ പ്രയാസം അള്ളാഹ് ഒരുപാട് ഞാമം ചെയ്തില്ല. അള്ളാഹു ഒരുപാട് ഞാമം ചെയ്തു. അത് കുറേ അകൽസ്മാർ വരുന്നവർക്ക് അറിയാം. അവരൊക്കെ വരണമായിട്ടില്ല. അവർ വിശ്വത്തിനോട് വന്നു. കാരണമായിട്ടില്ല. ഒരു വിശ്വത്തിനോട് വന്നു. പറ്റിയ ആവശ്യമൊന്നുമില്ല. എല്ലാം കണ്ടിട്ടുണ്ട്. വിശ്വത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് പോകുന്നില്ല. അവിടെ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഞാൻ വിശ്വത്തിന് വേണ്ടി തിരിവെടുക്കാൻ പോകല്ല. അതും തന്നെ പറഞ്ഞു. നാട്ടിലെല്ലാവരും നമ്മൾ ഒന്ന് രണ്ട് മദർസൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ എനിക്ക് തിരിവെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാം സൗകര്യമുണ്ട്. അപ്പോൾ അതൊക്കെ നിർമ്മത്തിൽപ്പെട്ടാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെ എത്താൻ കഴിയുമോ എന്ന് ചിന്തിച്ച് പറയാം. ഒരവസരം ഞാൻ എൻ്റെ ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിരിക്കാം. അവിടെ പല്ലുമില്ല എല്ലുമില്ല. കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തിൽ